ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ വിഷുവിൻ്റെ ഉച്ചയായിട്ടുണ്ട്. രാവിലെ എടുക്കാൻ വെച്ച വ്ളോഗായിരുന്നു. പക്ഷേ കുറച്ച് ടൈമൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ പോയി ഒരു ഉച്ചയ്ക്കൊക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിന്ന് എന്താണെന്നോ നമ്മൾ പടക്കമൊക്കെ വാങ്ങിക്കാൻ പോവാണ്. എന്നാലേ അപ്പോൾ നമ്മൾ എന്തായാലും പടക്കമൊക്കെ പോയി വാങ്ങിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും ഇന്നലെ രാത്രി തന്നെ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്പൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും കണ്ടിട്ട് പോരും. അപ്പം ഞങ്ങൾ പടക്കം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കാണാം. എന്തോ ഒരു കുരുവി എന്നൊക്കെ പറയും. വേറെ പൊട്ടിയിട്ടില്ല കുരുവി. അവൻ്റെ തീയുണ്ട്. എടാ അണഞ്ഞടാ മോനെ എവിടെ? ഓ ആ ഭാഗത്തേക്ക് ഓടിട്ടോ. അണഞ്ഞിരിക്കുക. എപ്പോഴും ആൾക്കാർ വരുമ്പോഴും പൊട്ട്. എടാ ആള് വരുന്നുണ്ട് തോന്നുന്നു. ആൾക്കാരില്ല. ആൾക്കാർ ശബ്ദം കേൾക്കണ്ട. സോപ്പ് അവിടെ തീണ്ടാ. ചിലപ്പോൾ പൊട്ടിട്ടോ. പൊട്ടാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോപ്പായി തീയൊക്കെ പോയിട്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോണില്ല. അറിഞ്ഞ അവിടെ പൊട്ടിയിട്ട് അടുത്തത് ഓ ചെവി അടിച്ചു പോയി. നല്ല സൗണ്ട് ഉണ്ട് എന്നിട്ടോ സാധനം. അപ്പോൾ ഗൈസ് നമ്മള് നിങ്ങളൊക്കെ ക്ലിപ്പൊക്കെ കണ്ടല്ലോ. മൈക്ക് അവിടെ പിന്നെ മൈക്ക് ഞാൻ ഇവിടെ കയറ്റിട്ടോ. കാരണം ഇവിടെ വേർപ്പായോണ്ടേ മൈക്കിലായി കഴിഞ്ഞാൽ സീനാവും. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചെന്നൊക്കെ നിങ്ങൾ വലിയ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. വലുതായിട്ടൊന്നും വാങ്ങില്ല. വലുതായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ ആ ഒരു ദിവസം വരുമ്പോൾ ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊട്ടണതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ആ ക്ലിപ്പൊക്കെ കണ്ടല്ലോ. ഇന്നലെ പൊട്ടിച്ച് അർമാദിച്ച് പൊട്ടിക്കല്. ഇന്നലെ വ്ളോഗ് ചെറുതായിട്ട് ഓരോ ക്ലിപ്പാക്കിയിട്ടാണ് എടുത്തത്. വ്ളോഗ് എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരാം. 5 കുരുവി വാങ്ങിയാണ്. ഇന്നലെ 2 ചീറ്റി. നമ്മൾ ആദ്യമായിട്ടാട്ടോ റോക്കറ്റ് വാങ്ങിയാണ്. ഇന്നലെ റോക്കറ്റ് വാങ്ങിയിട്ടില്ല. ടൈപ്പ് ആണെങ്കിൽ നമ്മള് ഇത് രാത്രി ഒന്നിപ്പോ പൊട്ടിച്ച് നോക്കിയിട്ട് രാത്രി ഒന്നും കൂടി പൊട്ടിക്കും. പിന്നെ 4 ഗുണ്ട്. നമ്മള് വാർപ്പിൻ ടെറസിന് മുകളിൽ കയറിട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇവിടുന്ന് പൊട്ടിച്ച് നിലത്തേക്ക് ഇടാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. 4 ഗുണ്ട് നല്ല അറഞ്ചം പറഞ്ഞ് പൊട്ടിച്ച. ഇത് 2 പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. 2 കോമലേന്റെ പാക്കറ്റ്. അത് ഒന്നാകള്ളല്ല, ലൂസാ കേട്ടോ. ഓരോന്ന് സ്പ്ലിറ്റ് ആയിട്ടുള്ളതാണ്. ഒരു ഓലപ്പടക്കത്തിന്റെ പാക്കറ്റും അതിനോട്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാട്ടോ. എന്താവുന്ന് തമ്പുരാനറിയാം. ഏതൊക്കെ പൊട്ടുന്നൊക്കെ. ഭയങ്കര കാറ്റാണ്ടേ. ഒരുത്തന് പരിശ്രമിച്ചിട്ട് കത്തണില്ല എന്നുള്ളതാട്ടോ. ഇതൊക്കെ
നമ്മൾ വിചാരിച്ച നേരത്തല്ല. ഈ ഒരു വ്യൂ നോക്കിയേ, എന്നാ രസാലേ. അല്ല, നമുക്കത് വലിയ വ്യൂ ആയിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾ കാണുന്ന നമ്മളെ യൂട്യൂബ് ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വൈബായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. ചിലപ്പോൾ എനിക്ക് അറിയില്ല 100% ഉണ്ടാവില്ല എന്നൊന്നും. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ഞങ്ങളെ വീട് തൊട്ടടുത്തൊരു അമ്പലം, രാവിലത്തെ പാട്ട്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ 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 അറിഞ്ഞും പുറഞ്ഞ കത്തിക്കാന്. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയൊരു വ്യൂ കാണിച്ചത്. വലിയ വ്യൂ ഒന്നും ഇല്ല. ഇവിടെയാണ് ഇത് ടെറസ് കഴിഞ്ഞാൽ ചെറിയ ടെറസ്. ഈ ഒരു ഫ്രെയിം നോക്കി, അമ്പലം, അവിടെ കാറ്റ്, തെങ്ങ്, എല്ലാം ഇതൊരു ബ്യൂട്ടി തന്നെ കേട്ടോ കാണാൻ തന്നെ. കത്തിയത് കത്തിക്കാതെയാണ് കോമ്പലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്യാമറ ഫാനായിട്ട് നിൽക്കാം കേട്ടോ, വേറെ ഒന്നല്ല. നമ്മള് കത്തിക്കാം. ഓക്കെ, ഈ മൈക്ക് അവൻ അറിഞ്ഞ കത്തിക്കും. അപ്പൊ ഞാൻ ഈ മൈക്ക് ഒന്ന് ഡിസ്കണക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ രണ്ടും അറിഞ്ഞ ശബ്ദം. അപ്പൊ ഗൈസ് കഴിഞ്ഞു ഗൈസ്, എത്ര കത്തിച്ചിട്ടും ഇത് കത്തുന്നില്ല. അപ്പൊ നമുക്ക് കൊതുകുത്തിരി എടുത്തോണ്ട് കേട്ടോ. കൊതുകുത്തിരി അതെടുത്ത് ചന്ദനത്തിരി ഇല്ലാത്തോണ്ടാ കൊതുകുത്തിരി യൂസ് ചെയ്യണ. കൊതുകുത്തിരി ചന്ദനത്തിരി ഉണ്ടെങ്കിൽ കൊതുകുത്തിരി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തിരി ഉള്ളത് യൂസ് ചെയ്തോളി. നമുക്ക് ഉള്ള തിരി യൂസ് ചെയ്യാം, കാരണം ഇത് കത്തില്ല. നല്ല എയറാണ് അടിക്കുന്നത്. ഫുള്ള് സീനാ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിഞ്ഞ് പൊട്ടിക്കും. ഓരോ വീട്ടിൽ ആ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പുറത്തത്തെ ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നോക്കാം. ആ ചന്ദനത്തിരി പ്രത്യേകിച്ച് ഗുണ്ടൊക്കെ അവിടെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കൊതിത്തിരി കുറഞ്ഞേ. അപ്പം നമുക്കെന്തായാലും നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഒരു ഗുണ്ടിനെടുത്തിട്ടെ, ഈ ഒരു കേടുന്ന ധർമാക്കോളായിരുന്നു, വാഷിംഗ് മെഷീൻ്റെ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. പൊട്ടിയാൽ മതി, പൊട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവനത് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അത് കത്തിക്കാൻ നോക്കുന്നു. ചന്ദനത്തിരി കത്തിക്കുന്നത് ഏറ്റവും നല്ലത്, കാരണം നന്നായി കാറ്റടിക്കുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട്. കത്തിയോടാ കത്തിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പൊട്ടിയാൽ മതിയായിരുന്നു. പൊട്ടിയിട്ടുണ്ട് കേട്ടോ, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ ചന്ദനത്തിരി പോലുള്ള സാധനങ്ങൾ ഗുണ്ട് ഞാൻ പൊട്ടിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അത് മാറ്റടാ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഗുണ്ട് കുത്തിയ ഇതിൻ്റെ ഈ സാധനം ഈ ചെറിയ പരമാവധി ശ്രദ്ധിക്കട്ടോ ഗൈസ്. പേടിണ്ടെന്ന് വെച്ചാൽ പേടിണ്ട് ഗൈസ്. ചെവി പോയിട്ട് അത് കാണാൻ പറ്റും. നോക്കണേ എത്രേന്റെ ഗുണ്ടത് ഗൈസ്. ആകെ ചെറിയ നോക്കിയേ, നേരത്തെ ഉണ്ട് സാധനം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ. തീർന്നു കേട്ടോ. ഞാൻ കത്തിയപ്പോഴത്തേനും ഓടി വന്നാലേ ഇതേമാതിരി ആ പാർട്സായിരുന്നു. ഇന്ന് വിഷു സ്പെഷ്യൽ അല്ല, നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റ് ആണ്. എങ്ങനെയാണ് തെർമോക്കോളിൽ വെച്ച് പടക്കം എക്സ്പീരിയൻസ് ആണ്. ഇതാരും അനുകരിക്കരുത്, കുട്ടികൾ ആരും അനുകരിക്കും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കോമ്പല ഇത് അധികം ആ ഗുണ്ടിന്റെ അത്ര ഇല്ലെങ്കിലും ചെറിയൊരു ഇത് പ്രതീക്ഷിക്കാം നമുക്ക്. നമ്മൾ കുറച്ച് ബാക്കോട്ട് കത്തിയോടെ ഇത് ഫുള്ള് തകർന്നിട്ടോ. നേരെ അപ്പുറത്തേക്ക് വീണു കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി വീണത്. ടൈമിങ് ഇല്ലാത്ത ചെറുക്കനായി പോയി. എന്താ പറയാ, ഞാനിത് നേരത്തെ അതിൻ്റെ ഉള്ളിൽ വെച്ച് 2 പാർട്സായി പോയി. തെറുക്കെന്ത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഷോട്ട് കൊടുക്കുക, കാരണം എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം വീണ്ടും അറിഞ്ഞ പുറത്ത് പൊട്ടിക്കുകയാണ്. ഓ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കെന്തായാലും ഗുണ്ട് പൊട്ടിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ലേ? എന്താണ് ഇവിടെ ഉള്ള അത് നോക്കിയെടുത്തിട്ടാ പൊട്ടിയതാണ്. എന്താണ് സാധനം? ഞാൻ കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ തെറിക്കും ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഞാൻ ക്യാമറ ഒരു ഭാഗത്ത് വെക്കാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് പൊട്ടിക്കാൻ പോകണം. ഓക്കെ, പുറഞ്ഞ പൊട്ടിക്കാൻ എന്തൊക്കെ തെറിക്കുന്നു വിചാരിക്കുന്നു. ക്യാമറ ഒരു ഭാഗത്ത് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും കത്തിക്കാൻ പോകും കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അതിനെന്താ കത്തിക്കാൻ പോകണേ അവിടുന്ന് പറയുന്നോ പോലെ അവിടെ വേറെ എന്തൊക്കെ കാട്ടി കിട്ടുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ക്യാമറ സഹായിച്ചത് കിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൻ വേറെ എന്തോ അവിടെ കത്തിച്ചു എടാ ആ ഇതിലേക്കൊന്നും ഇടല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഓടിക്കോ എടാ അവിടുത്തെ വീടാ അപ്പുറത്തേക്ക് നമുക്ക് ഈ ചന്ദ്രത്തിൽ